ഗാസയിലേക്ക് സമാധാന സേനയെ അയക്കാൻ തന്റെ രാജ്യം തയ്യാറാണെന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിനിടെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസഹനീയമായ ദുരന്തത്തെ ഞങ്ങൾ ഹൃദയഭാരത്തോടെ ഓർക്കുന്നു എന്നായിരുന്നു പ്രബോവോ സുബിയാൻഡോ പറഞ്ഞത്. അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും തിങ്കളാഴ്ച ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ 80 സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലായിരുന്നു ജയശങ്കർ റൂബിയോ കൂടിക്കാഴ്ച. ട്രേഡ്, പ്രതിരോധം, ഊർജ്ജം, ഫാർമസ്യൂട്ടിക്കൽസ്, നിർണായക ധാതുക്കൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ-അമേരിക്ക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ ഇമെയിലുകളിലൂടെ മാത്രമാണ് സൈബർ തട്ടിപ്പുകൾ പലതും നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ വിശ്വസനീയമായ രീതിയിലാണ് സൈബർ കുറ്റവാളികൾ തട്ടിപ്പ് നടത്തുന്നത്. ഫിഷിംഗ് സ്കാമുകൾ ഇപ്പോൾ ഇമെയിലുകളിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. വിശ്വസനീയമായ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും ലോഗോ ഉപയോഗിച്ചുള്ള വ്യാജ വെബ്സൈറ്റുകൾ, പോർട്ടലുകൾ, മൊബൈൽ ആപ്പുകൾ എന്നിവ രൂപകൽപ്പന ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി നടത്തിയ സംസ്ഥാന വ്യാപക റെയ്ഡിന് പിന്നാലെ നടന് ദുൽഖർ സൽമാൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്ന് കസ്റ്റംസ്. നികുതി വെട്ടിപ്പ് നടത്തി ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ എത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിലാണ് കസ്റ്റംസിന്റെ റെയ്ഡ്. മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നിവർ അടക്കമുള്ളവരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുമെന്നും നടന്മാരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും കസ്റ്റംസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം മലയാള സിനിമയ്ക്ക് എക്കാലവും ഓർത്തിരിക്കാനുള്ള അഭിമാന നിമിഷങ്ങളായി. ഡൽഹി വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. 5 പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത്. രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മോഹൻലാൽ പുരസ്കാരം സ്വീകരിക്കാനായി ഡൽഹിയിൽ എത്തിയ വേളയിൽ ഏഷ്യാനെറ്റിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും കക്ഷിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രീതി ഇല്ലെന്നും അതിന്റെയൊക്കെ കാലം കഴിഞ്ഞെന്നുമാണ് മോഹൻലാൽ നൽകിയ മറുപടി. വിമർശനങ്ങളെക്കുറിച്ചും അദ്ദേഹം മനസ്തുറന്നു. ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട പരിശോധനയുടെ ഭാഗമായുള്ള ഓപ്പറേഷൻ നുങ്കൂറിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിലെ ചില പ്രമുഖരുടെ പേര് ഉയർന്നുവന്ന പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ തട്ടിപ്പ് വീണ്ടും ചർച്ചയാവുകയാണ്. മലയാളത്തിലെ മുൻനിര താരങ്ങളായ സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ എന്നിവരാണ് അന്ന് ആരോപണം നേരിട്ടത്. നികുതി വെട്ടിച്ച് വാഹനം കടത്തി എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കേരളത്തിൽ പലയിടത്തും റെയ്ഡ്. 5 ജില്ലകളിൽ 30 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്നാണ് പ്രാഥമിക വിവരം. സിനിമാ താരങ്ങളായ പൃഥ്വിരാജ്, സുകുമാരൻ, ദുൽഖർ സൽമാൻ എന്നിവരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നു. ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിലാണ് കസ്റ്റംസ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധന. ദിലീപ് കേസിന് സമാനമായ രീതിയിലാണ് റിപ്പോർട്ടർ ടിവി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും കൈകാര്യം ചെയ്യുന്നതെന്ന് രാഹുൽ ഈശ്വർ. അന്ന് ദിലീപിനായിരുന്നു കുരുക്കുമുറുക്കിയതെങ്കിൽ ഇന്ന് ആ കുരുക്കുമുറുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനാണ്. എന്നാൽ ദിലീപ് വിഷയത്തിൽ എന്നപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിലും ഒന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമയിൽ പോലും കാണാത്ത അതിസാഹസികതയുടെയും രക്ഷപ്പെടലിന്റെ റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. അതും വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള അഫ്ഗാന് ബാലന്റെ അതിജീവനത്തിന്റെ കഥ. കാബൂളിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റിയ അഫ്ഗാന് ബാലൻ ഇന്ത്യയിലെത്തി. അഫ്ഗാൻ എയർലൈൻസായ കാം എയറിലായിരുന്നു കുട്ടിയുടെ 2 മണിക്കൂറോളം നീണ്ട സാഹസിക യാത്ര.